ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി. ഇന്ന് ഷാരോൺ വധക്കേസിലെ വിധിന്യായത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഈ കേസിലെ ഒന്നാം പ്രതിക്ക് ഏതൊക്കെ മാനദണ്ഡങ്ങളിലാണ് കോടതി വധശിക്ഷ നൽകിയതെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ആദ്യമായി പ്രോസിക്യൂഷൻ കേസ് എന്താണെന്ന് അറിയാം. 2021 ഒക്ടോബറിലാണ് ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ പ്രണയത്തിലാവുകയും തുടർന്ന് ഇരുവരും വിവാഹിതരാകാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അതിനിടയ്ക്ക് സതീഷ് എന്ന ചെറുപ്പക്കാരനുമായി ഗ്രീഷ്മയുടെ വിവാഹം ഗ്രീഷ്മയുടെ വീട്ടുകാർ ഉറപ്പിക്കുന്നു. ഇതിനെ തുടർന്ന് ഗ്രീഷ്മയുടെയും ഷാരോണിന്റെയും ബന്ധം ബ്രേക്കപ്പിലാവുകയും മാർച്ച് മാസത്തിലാണ് വിവാഹ നിശ്ചയം ഉണ്ടാവുന്നത്. എന്നാൽ 2022 തന്നെ മെയ് മാസത്തിൽ ഗ്രീഷ്മ ഷാരോണുമായുള്ള വാട്സപ്പ് ചാറ്റ് തുടർന്ന് 2022 നവംബറിൽ ഷാരോണിനൊപ്പം ഇറങ്ങി വരാമെന്നും ഗ്രീഷ്മ സമ്മതിക്കുന്നു. ഈ വാക്ക് വിശ്വസിച്ച ഷാരോൺ ഗ്രീഷ്മയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴുത്തിൽ താലി കെട്ടുകയും തുടർന്ന് ചില വിവാഹ ചടങ്ങുകളൊക്കെ നടത്തുകയും 2022 ജൂലൈ മാസത്തിലെ 2 ഡേറ്റുകളിലായി തമിഴ്നാട് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ഇരുവരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ആയതിന്റെ ഫോട്ടോസ് ഒക്കെ അവിടെ നിന്ന് എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ നിശ്ചയം കഴിച്ചുവെച്ച വിവാഹത്തിന്റെ ഡേറ്റ് അടുത്ത് വരുന്നതോടുകൂടി ഷാരോണിനെ ഒഴിവാക്കാനുള്ള ഉദ്ദേശം ഗ്രീഷ്മയുടെ മനസ്സിൽ കടന്നുകൂടി. അതുകൊണ്ട് തന്നെ ബ്രേക്കപ്പ് ആവാമെന്ന് ഷാരോണിനോട് പറഞ്ഞെങ്കിലും ഷാരോൺ ഇതിന് സമ്മതിക്കുകയുണ്ടായില്ല. അതിനെ തുടർന്ന് 2022 ഓഗസ്റ്റ് മാസത്തിൽ പാരസെറ്റമോൾ മിശ്രിതം ജ്യൂസിൽ കലക്കി ഷാരോണിന് നൽകുകയും ചെയ്യുന്നു. എന്നാൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് ആ ദുരന്തത്തിൽ നിന്ന് ഷാരോൺ അന്ന് രക്ഷപ്പെട്ടു. പിന്നീടും ഇരുവരുടെയും ബന്ധം പഴയതിനേക്കാൾ ശക്തമായി തുടരുകയും ചെയ്യുന്നു. അതിനുശേഷം 2022 ഒക്ടോബർ 13 രാത്രി 1 മണിക്കൂറിലധികം നേരം സംസാരിക്കുകയും 14 രാവിലെ ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. അമ്മയും അമ്മാവനും സ്ഥലത്തില്ലെന്നും എന്തായാലും വരണമെന്നും ഗ്രീഷ്മ ഷാരോണിനോട് പറയുന്നു. ഗ്രീഷ്മ വിളിച്ചതനുസരിച്ച് ഒക്ടോബർ 14 രാവിലെ ഗ്രീഷ്മയുടെ വീട്ടിലെത്തുന്ന ഷാരോണിന് ഗ്രീഷ്മ കഷായം ചലഞ്ച് എന്ന പേരിൽ കഷായം നൽകുന്നു. ശേഷം അവിടെ നിന്ന് ജ്യൂസും നൽകുന്നു. ഇത് കഴിച്ചതിന് ശേഷം ഛർദ്ദിച്ചുകൊണ്ട് ഷാരോൺ പുറത്തേക്ക് പോകുന്നു. അവിടെ കാത്തുനിന്ന ഷാരോണിന്റെ സുഹൃത്ത് ഷാരോണുമായി ബൈക്കിൽ ഷാരോണിന്റെ വീട്ടിലേക്ക് പോകുന്നു. ആയതിനുശേഷം 14/10/2022 ഒട്ടും വയ്യാതിരുന്ന ഷാരോണിനെ ഹോസ്പിറ്റലിൽ കാണിക്കുകയും അവിടെ നിന്ന് നോർമലാണെന്ന് പറഞ്ഞ് ഷാരോണിനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞയക്കുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ വളരെ ടയേർഡ് ആയിട്ടുള്ള ഷാരോണിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും അങ്ങനെ 14/10/2022 മുതൽ 11 ദിവസങ്ങൾക്ക് ശേഷം 25/10/2022 ഷാരോൺ വൈകുന്നേരം 5:55 മരിക്കുന്നു. പിന്നീട് പിറ്റേ ദിവസം 26/10/2022 ഷാരോണിന്റെ സഹോദരൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. ആ കേസാണ് പ്രോസിക്യൂഷൻ കേസ്. ഇനി ഇതിനൊരു മറുപുറം ഉണ്ടാവുമല്ലോ, അതായത് പ്രതികൾക്ക് പറയാനുള്ളത് എന്തെന്ന് നമുക്ക് നോക്കാം. അതായത് 313 പ്രൊസീജിയറിൽ പ്രതി എന്താണ് കോടതിയോട് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. 2021 മുതൽ ഗ്രീഷ്മയും ഷാരോണും പ്രണയബന്ധത്തിലായിരുന്നു എന്ന് ഗ്രീഷ്മ തന്നെ കോടതിയിൽ സമ്മതിക്കുന്നു. ഇരുവരും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നും എന്നാൽ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ഗ്രീഷ്മ മറ്റൊരാളുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചതെന്നും പറയുന്നു. ഷാരോണിന്റെയോ ഗ്രീഷ്മയുടെയോ വീട്ടുകാർക്ക് ഷാരോൺ ഗ്രീഷ്മ ബന്ധത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നും ഗ്രീഷ്മ പറഞ്ഞു. ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ പലപ്പോഴായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ഗ്രീഷ്മ തന്നെ കോടതിയിൽ സമ്മതിച്ചു. ഷാരോണിന്റെയും ഗ്രീഷ്മയുടെയും ഈ റിലേഷൻ വീട്ടിലറിഞ്ഞാൽ ഇരു വീട്ടുകാരും സമ്മതിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് 2022 നവംബറിൽ ഒളിച്ചോടി പോകാമെന്ന് ഗ്രീഷ്മയും ഷാരോണും കൂടി തീരുമാനിച്ചിരുന്നു എന്ന് ഗ്രീഷ്മ പറഞ്ഞു. ഗ്രീഷ്മയ്ക്കായി ഉറപ്പിച്ചു വെച്ച സതീഷ് എന്ന പയ്യനോട് ഗ്രീഷ്മ ഷാരോണുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും ഇരുവരുടെയും വിവാഹത്തിനായി സഹായിക്കാമെന്ന് സതീഷ് വാക്കു കൊടുത്തിട്ടുണ്ടെന്നും ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞു. 13/10/2022 ഷാരോൺ ഗ്രീഷ്മയെ കാണണമെന്ന് പറയുന്നു. റോഡിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിലും ഷാരോൺ വീട്ടിനകത്തേക്ക് വരികയായിരുന്നു എന്നാണ് ഗ്രീഷ്മ പറയുന്നത്. വീട്ടിനകത്തേക്ക് ഗ്രീഷ്മയുടെ മുറിയിലേക്ക് വന്ന ഷാരോൺ ഗ്രീഷ്മയും സതീഷുമായുള്ള എൻഗേജ്മെന്റിന്റെ ആൽബം കാണുകയും ആ ആൽബത്തിൽ സതീഷും ഗ്രീഷ്മയും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് ഷാരോൺ ഗ്രീഷ്മയോട് ദേഷ്യപ്പെടുകയും പിന്നീട് ഫോൺ പിടിച്ചു വാങ്ങി അതിൽ കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ സതീഷിന് ഗ്രീഷ്മ വിളിച്ചതായ കോൾ കാണുകയും അതിനെപ്പറ്റി പറഞ്ഞുകൂടി ഷാരോൺ ഗ്രീഷ്മയോട് ദേഷ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഗ്രീഷ്മ പറഞ്ഞത്. സതീഷ് ഇവരുടെ വിവാഹത്തിന് സഹായിക്കാമെന്ന് വാക്കു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതോടുകൂടി ദേഷ്യം ഇരട്ടിക്കുകയും ഷാരോൺ ഗ്രീഷ്മയെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നും ഗ്രീഷ്മ പറഞ്ഞു. അതിനുശേഷം ഷാരോൺ ഗ്രീഷ്മയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഗ്രീഷ്മ ബാത്റൂമിലേക്ക് മുഖം കഴുകാനായി പോവുകയും തിരിച്ചു വന്നപ്പോഴേക്കും അവൾ അമ്മയ്ക്കായി ചൂടാക്കി വെച്ച കഷായം അത് റൂമിൽ തന്നെ ആയിരുന്നുവെന്നും അത് തണുക്കാനായി വെച്ചതായിരുന്നു എന്നുമാണ് ഗ്രീഷ്മ പറയുന്നത്. ആ കഷായം എടുത്ത് ഷാരോൺ കുടിക്കുകയും അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്ന് ഗ്രീഷ്മ പറഞ്ഞു. പിന്നീട് ഷാരോൺ ഗ്രീഷ്മയ്ക്ക് അയച്ച വാട്സപ്പ് മെസ്സേജിൽ നിന്നാണ് ഷാരോൺ ഹോസ്പിറ്റലായിരുന്നു എന്ന് ഗ്രീഷ്മ അറിയുന്നത്.
അങ്ങനെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഗ്രീഷ്മ ഷാരോണിന് ആത്മവിശ്വാസവും ധൈര്യവും നൽകിയിരുന്നു എന്നും ഗ്രീഷ്മ പറഞ്ഞു. പിന്നീട് 18/10/2022 അവൾ അയച്ച മെസ്സേജുകൾക്കൊന്നും ഷാരോണിന്റെ റിപ്ലൈ ഇല്ലാതായി എന്നും ഗ്രീഷ്മ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത്രയുമാണ് പ്രതിഭാഗം കേസ്. പ്രതി കേസിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അടിവരയിട്ടുറപ്പിക്കാൻ പ്രോസിക്യൂഷനും പ്രതി നിരപരാധിയാണെന്ന് കാണിക്കാൻ പ്രതിഭാഗവും ചൂണ്ടിക്കാണിച്ച തെളിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതല്ലെന്നും ഷാരോണിന്റെ നിർബന്ധപ്രകാരം ഗ്രീഷ്മയുടെ വീട്ടിലെത്തിയതെന്നുമായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. അങ്ങനെയല്ല, ഗ്രീഷ്മ തന്നെയാണ് ഷാരോണിനെ വിളിച്ചു വരുത്തിയതെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ചില വാട്സപ്പ് ചാറ്റുകൾ 14/10/2022 ഗുഡ് മോർണിംഗ് പറഞ്ഞ് ചാറ്റ് തുടങ്ങുന്നത് ഷാരോൺ ആണെങ്കിലും പിന്നീടുള്ള എല്ലാ ചാറ്റുകളിലും ഗ്രീഷ്മ ഷാരോണിനോട് 9 മണിക്ക് വീട്ടിലേക്ക് വരാമോ, അമ്മയും അമ്മാവനും പുറത്തു പോവുകയാണ്, ആ സമയത്ത് വീട്ടിലേക്ക് വരാമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഗ്രീഷ്മ ചാറ്റിൽ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഷാരോണിന്റെ വീട്ടിൽ നിന്ന് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് എത്തുന്നത് വരെ ഉള്ള വാട്സപ്പ് ചാറ്റുകളിൽ എപ്പോ എത്തും എന്നുള്ള ചോദ്യങ്ങളും ഉടനെ എത്തില്ലേ എന്നുള്ള അന്വേഷണങ്ങളും ഇപ്പൊ വരുമോ എന്ന് ഗ്രീഷ്മ വീണ്ടും ചോദിക്കുമ്പോൾ വരുന്നു അടങ്ങടി എന്ന് ഷാരോൺ പറയുന്നതോടുകൂടി ഗ്രീഷ്മ അത്യധികമായി ഷാരോന്റെ വരവ് കാത്തിരിക്കുകയാണെന്ന് അതിൽ നിന്ന് തെളിയുന്നു എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ ഇതിനും പ്രതിഭാഗത്തിന്റെ കയ്യിൽ ഒരു മറുപടി ഉണ്ടായിരുന്നു. അതെന്താന്ന് നോക്കാം. അതായത് 14/10/2022 ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലെത്തിയത്. ഇതിന് തൊട്ട് മുമ്പത്തെ ദിവസം 13/10/2022 രാവിലെ 6:45 തുടങ്ങുന്ന ചാറ്റിൽ എനിക്ക് തീരെ വയ്യ, സെറ്റ് ആയില്ല, എനിക്ക് വോമിറ്റിംഗ് ആണെന്നാണ് ഷാരോൺ പറയുന്നത്. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഞാൻ വീട്ടിൽ വരുമെന്ന് ഗ്രീഷ്മയോട് പറയുമ്പോൾ ഗ്രീഷ്മ വീട്ടിലോ പുറത്തുനിന്ന് കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ അകത്ത് വരുമെന്ന് പറയുന്ന ഷാരോണിനോട് നടു റോട്ടിൽ ഞാനിപ്പോൾ തളർന്നു വീഴും, അത്രയ്ക്ക് പേടിയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഗ്രീഷ്മ വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നു. ഞാൻ വരുന്നില്ല, റോട്ടിൽ നിന്നാൽ മതിയെന്ന് ഷാരോൺ തിരിച്ചു മറുപടിയും പറയുന്നു. ഈ വാട്സപ്പ് ചാറ്റ് പ്രതിഭാഗവും ഹാജരാക്കിയിട്ടുണ്ട്. ഷാരോൺ അന്നത്തെ ദിവസം ഗ്രീഷ്മയുടെ വീട്ടിലെത്തി എന്നതിന് തെളിവായി ഈ വാട്സപ്പ് ചാറ്റുകളും അതുപോലെ തന്നെ ഷാരോന്റെ കൂടെ വന്ന സുഹൃത്തിന്റെ മൊഴിയും ധാരാളമായിരുന്നു. രാവിലെ 10:30 ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് കയറിയ ഷാരോൺ 20 മിനിറ്റാണ് ഗ്രീഷ്മയുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്തത്. അത് കൃത്യമായി പറയാൻ കാരണം ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ എത്തി എന്ന് പറയുന്ന അയച്ച മെസ്സേജ് 10:30 അതുപോലെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വരികയാണെന്ന് സുഹൃത്തിനെ അറിയിച്ച മെസ്സേജ് 10:50 അതിൽ നിന്ന് ഗ്രീഷ്മയുടെ വീട്ടിൽ ഷാരോൺ സ്പെൻഡ് ചെയ്തത് 20 മിനിറ്റ്സ് ആണെന്ന് കൃത്യമായി പറയാൻ കഴിയും. ആ 20 മിനിറ്റിൽ എന്താണ് ഉണ്ടായതെന്ന് പറയാനായിട്ട് ഒരു ദൃക്സാക്ഷിയില്ല. എല്ലാം പിന്നീട് ഷാരോൺ ഗ്രീഷ്മയ്ക്കും ഗ്രീഷ്മ ഷാരോണിനും അയച്ച വാട്സപ്പ് ചാറ്റുകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഷാരോൺ ഛർദ്ദിച്ചുകൊണ്ട് പച്ച കളറിൽ ഛർദ്ദിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്ന് സുഹൃത്തിന്റെ മൊഴി. അതിനെ തുടർന്ന് ഇരുവരുടെയും വാട്സപ്പ് ചാറ്റുകൾ നമ്മൾ നോക്കിയാൽ കഷായം പച്ചക്കളറിലാണല്ലോ ഞാൻ ഛർദ്ദിക്കുന്നത് എന്ന് ഷാരോൺ ഗ്രീഷ്മയോട് ചോദിക്കുന്നു. അതിന് ഗ്രീഷ്മ മറുപടിയും പറയുന്നു, ഇത് അമ്മയ്ക്ക് വെച്ചിരുന്ന കഷായമാണ്, അത് ഞാൻ ചൂടാക്കി വെച്ചിരുന്നതാണെന്നുള്ള ഗ്രീഷ്മയുടെ മറുപടി. അവിടെ നിന്ന് കഷായം കുടിച്ചതായി ഉറപ്പായി. കുടിച്ച കഷായത്തിലല്ല ജ്യൂസിലാണ് കുഴപ്പമെന്ന് പറയുന്നതോടുകൂടി കഷായം മാത്രമല്ല അവിടെ നിന്ന് ജ്യൂസും കുടിച്ചതാണെന്ന് വ്യക്തമായി. ഞാൻ ഛർദ്ദിച്ചത് ക്ലീൻ ചെയ്തോ എന്ന് ഷാരോൺ ഗ്രീഷ്മയോട് വാട്സപ്പ് ചാറ്റിൽ ചോദിക്കുമ്പോൾ ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ച് ഷാരോൺ ഛർദ്ദിച്ചിരുന്നു എന്നതിനും തെളിവായി. ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകുന്നതിന്റെയും തിരിച്ച് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് സുഹൃത്തിന്റെ ബൈക്കിന്റെ ബാക്കിലിരുന്ന് ഷാരോൺ പോകുന്നതിന്റെയും ആ ദൃശ്യങ്ങളിൽ തിരിച്ചു പോകുമ്പോൾ ഷാരോൺ വളരെ ക്ഷീണിതനായി സുഹൃത്തിന്റെ തോളിൽ തല ചായ്ച്ച് ഇരുന്നു കൊണ്ടാണ് പോകുന്നതെന്നും CCTVയിൽ കാണാമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഇനി അടുത്തത് അത്തരത്തിലൊരു വിഷം ഗ്രീഷ്മയുടെ കയ്യിൽ ഉണ്ടാകാനുള്ള സാധ്യതയെ കുറിച്ചാണ് പറയുന്നത്. ഈ കേസിലെ 3-ാം പ്രതി കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന കീടനാശിനിയാണ് ഷാരോൺ കുടിച്ച കഷായത്തിൽ ചേർത്ത് കൊടുത്തതെന്നാണ് കേസ്. കേരളത്തിൽ നിരോധിച്ച ഈ കീടനാശിനി 3-ാം പ്രതി വാങ്ങുന്നത് തമിഴ്നാട് ബോർഡറിലുള്ള ഒരു ഷോപ്പിലാണ്. എന്നാൽ 3-ാം പ്രതിയുടെ പേരിലുള്ള ബില്ലല്ല കോടതിയിൽ ഹാജരാക്കിയിരുന്നതെന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കീടനാശിനി ഗ്രീഷ്മയുടെ വീട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും പ്രതിഭാഗം പറഞ്ഞു. എന്നാൽ ഗ്രീഷ്മയുടെ ഫോണിലെ ഗൂഗിൾ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കീടനാശിനി മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് സെർച്ച് ചെയ്ത് നോക്കിയതായി കാണാൻ കഴിയും. അതും ഷാരോൺ വരുന്നതിന്റെ 2 മണിക്കൂർ മുമ്പാണ് ഗ്രീഷ്മ ഇത്തരത്തിൽ സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷാരോൺ വരുന്നതിന്റെ 2 മണിക്കൂർ മുമ്പ് ഗ്രീഷ്മയുടെ കൈവശം ഈ കീടനാശിനി ഉണ്ടാകാമെന്നും ആ കീടനാശിനി തന്നെയാണ് കഷായത്തിൽ കലർത്തി ഷാരോണിന് കൊടുത്തിട്ടുള്ളതെന്നും അതുമൂലമാണ് ഷാരോൺ അവിടെ വെച്ച് ഛർദ്ദിച്ചതെന്നുമുള്ള നിഗമനത്തിൽ കോടതി എത്തി. മജിസ്ട്രേറ്റിന് ഷാരോൺ കൊടുത്ത മരണമൊഴിയില് ഷാരോൺ പറഞ്ഞിരുന്നത്, എന്റെ ഒരു ഗേൾ ഫ്രണ്ട് എനിക്ക് കഷായം നൽകിയിരുന്നുവെന്നും
അതിനുശേഷം എനിക്ക് ഛർദിലുണ്ടായെന്നുമാണ് പറയുന്നത്. ആർക്കെങ്കിലും എതിരെ കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിച്ചതിൽ ആർക്കെതിരെയും ഒരു പരാതിയും ഇല്ലെന്ന് ഷാരോൺ മരണമൊഴിയിൽ പറഞ്ഞു. അതുകൂടാതെ മരണത്തിന് 25/10/2022 മരണം സംഭവിക്കുന്നതിന് 3 ദിവസം മുമ്പ് ഷാരോന്റെ പപ്പയോടും പറയുന്നു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും ഞാൻ ഉടനെ മരിക്കുമെന്നും തുടർന്ന് ഗ്രീഷ്മയുടെ വീട്ടിൽ പോയി കഷായം കുടിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും ഷാരോന്റെ പപ്പയോട് പറയുന്നു. ഡോക്ടർമാരുടെ റിപ്പോർട്ടിൽ മരണത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ഷാരോൺ തികച്ചും കോൺഷ്യസ് ആയിരുന്നു എന്നും പക്ഷേ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുമാണ്. സംസാരിക്കുമ്പോൾ ഓരോ വാക്കുകളായി സംസാരിക്കുകയല്ലാതെ ഷാരോണിന് ഒരു വാചകം പോലും മുഴുവനായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ കേസിൽ നോക്കേണ്ടത് എന്താണ് ഈ കേസിലെ മോട്ടീവ്, ഗ്രീഷ്മയെ ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ച പ്രേരക ഘടകം അതെന്താണെന്നാണ്. സതീഷ് എന്ന ചെറുപ്പക്കാരനുമായി 2024 ഫെബ്രുവരി 5 വിവാഹം നടക്കേണ്ടതും അതിനു മുമ്പ് തന്നെ ഷാരോൺ എന്ന കാമുകനെ ഇല്ലാതാക്കേണ്ടതും ഗ്രീഷ്മയുടെ ആവശ്യമായിരുന്നു എന്നതാണ് ഇവിടുത്തെ മോട്ടീവായിട്ട് പറയുന്നത്. അതായത് തുടർന്നുള്ള ജീവിതത്തിൽ ഷാരോണും ഗ്രീഷ്മയും തമ്മിലുള്ള ഇന്റിമേറ്റ് ഫോട്ടോസ് പബ്ലിക്കിനെ കാണിച്ചുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് ഒരു ഭീഷണി ആയാലോ എന്നുള്ള ചിന്ത മോട്ടീവായി വളരുകയും ആയത് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു തെളിവും ഇരുഭാഗക്കാർക്കും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതായത് ഷാരോൺ ഏതെങ്കിലും ഒരു വാട്സപ്പ് മെസ്സേജിലോ മറ്റോ ഗ്രീഷ്മയെ ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള യാതൊരു തെളിവുകളും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു മോട്ടീവ് ഇല്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. 14/10/2022 മുതൽ 25/10/2022 വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് 11 ദിവസത്തെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിൽ 3 ഡയാലിസിസ് കഴിഞ്ഞതോടുകൂടി ഈ വിഷത്തിന്റെ അംശം എത്രത്തോളം ഷാരോന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് കൃത്യമായി കണക്കാക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് കഴിഞ്ഞില്ല. എന്നാൽ ഈ വിഷത്തിന്റെ കാഠിന്യത്തിൽ തന്നെയാണ് ഷാരോൺ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. ഈ വിഷത്തിന്റെ കാഠിന്യത്താൽ ആ വിഷം ശരീരത്തിൽ എത്തിയത് മുതൽ ഒരു തുള്ളി വെള്ളം പോലും ഷാരോണിന് ഇറക്കാൻ കഴിഞ്ഞില്ലെന്നും നമുക്ക് കാണാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു പ്രോസിക്യൂഷനും പ്രതിഭാഗവും ചൂണ്ടിക്കാണിച്ച തെളിവുകളും പോരായ്മകളും. ഇങ്ങനെയൊരു കേസിൽ എന്തുകൊണ്ടാണ് കോടതി വധശിക്ഷ നൽകിയത്, അല്ലെങ്കിൽ ഏതൊക്കെ മാനദണ്ഡങ്ങളിലാണ് ഈ കേസിനെ അപൂർവങ്ങളിൽ അപൂർവമായി കോടതി കണ്ടത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യമായി മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിന്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു കൊലപാതകത്തെ വളരെ ബ്രൂട്ടലായി കണക്കാക്കാൻ പറ്റുമെങ്കിൽ ഇതിനെ അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാം. ഷാരോൺ എന്ന ഒരു വ്യക്തിയെ ഇല്ലാതാക്കണമെന്നുള്ള ഉദ്ദേശം മാത്രമല്ല ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കാരണം ഗ്രീഷ്മയ്ക്ക് ഷാരോണിനെ ഇല്ലാതാക്കിയാൽ മാത്രം പോരാ, ഇഞ്ചിഞ്ചായി കൊല്ലണമെന്ന ഒരു ഉദ്ദേശം കൂടെ ഗ്രീഷ്മയുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അത് ശരിയാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. കാരണം ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഛർദ്ദിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഷാരോണിനോട് അത് കുഴപ്പമില്ല, അത് വെറും ഒരു ഛർദിലാണെന്നും തനിക്കും ഛർദിലുണ്ടായെന്നും ഒരു ഡോക്ടറുടെ സഹായം തേടിയാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഷാരോൺ റിക്കവർ ആകുമോ എന്നൊരു ഭയം കൊണ്ടാണ് ഗ്രീഷ്മ അങ്ങനെ പറഞ്ഞതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചതും കോടതി കണ്ടെത്തിയതും. ഹോസ്പിറ്റലിൽ കടന്നിരുന്ന സമയത്തൊക്കെ ഷാരോന്റെ സഹോദരൻ ഗ്രീഷ്മയോട് എന്താണ് അവിടെ നിന്ന് കുടിച്ചതെന്ന് ചോദിച്ചിട്ടും ഗ്രീഷ്മ പല പല കള്ളങ്ങൾ പറഞ്ഞ് ഒഴിവാകുകയായിരുന്നു. ഒരുപക്ഷെ അന്നേ അത് പറഞ്ഞിരുന്നെങ്കിൽ ഷാരോണിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേനെ എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിന്റെ സപ്പോർട്ടോടുകൂടി കേസിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത്, നിഷ്കളങ്കമായി സ്നേഹിച്ച ഒരാളെ 1 അല്ല 2 പ്രാവശ്യം കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി ഇങ്ങനെ വിഷം കൊടുത്ത ഗ്രീഷ്മയെ റിപ്പീറ്റ് ഒഫൻഡറായി കോടതി കണക്കാക്കുകയും അതുകൊണ്ട് തന്നെ യാതൊരു കരുണയ്ക്കും ഗ്രീഷ്മ അർഹയല്ലെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാത്ത ഈ കേസിന് ഒരിക്കലും അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാൻ കഴിയില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ മന്നൂസാവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിന്റെ പശ്ചാത്തലത്തിൽ കോടതി പറഞ്ഞത്, ഒരു ദൃക്സാക്ഷി പോലും ഈ കേസിൽ ഇല്ലെങ്കിൽ പോലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരിയാണെന്ന് തന്നെ സംശയാതീതമായി കോടതിക്ക് മുന്നിൽ തെളിഞ്ഞിട്ടുണ്ടെന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്. അത് മാത്രമല്ല, ഷൺമുഖൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു തേർഡ് പാർട്ടിക്ക് ഒരിക്കലും ബെഡ്റൂമിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ലെന്നും മരിച്ചയാൾക്ക് സംഭവിച്ച ഇഞ്ചുറീസ് സ്വയം ഉണ്ടാക്കിയതാണെന്ന് പറയാൻ ഇവിടെ കഴിയില്ല എന്നും വിധിന്യായത്തിൽ പറയുന്നു. അടുത്തതായി വിധിന്യായത്തിൽ പറഞ്ഞത് വളരെ പ്രധാനമായ, വളരെ ശ്രദ്ധേയമായ ഒരു ഘടകമാണ്. അതായത് യാതൊരുവിധ മോട്ടീവും ഈ കേസിനില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കില്ലെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പക്ഷെ ഇവിടെ നാദുനി യാദവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത്, മോട്ടീവ് എന്നത് തെളിയിക്കാൻ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആർക്കും മറ്റൊരാളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. ഒരു പ്രത്യേകതരം പ്രവൃത്തി ചെയ്യാൻ ഒരാളെ നിർബന്ധിതമാക്കുന്ന ഒരു പ്രത്യേക വികാരമാണ് മോട്ടീവ് എന്ന് ഈ കേസിൽ പറയുന്നു. ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന കാരണത്തിന്റെ കാഠിന്യം
കുറ്റകൃത്യത്തിന്റെ കാഠിന്യത്തോളം വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ലെന്ന് ഈ ഒരു വിധിയിൽ പറയുന്നു. അങ്ങേയറ്റം മോട്ടീവ് ഇല്ലാതെ തന്നെ എത്രയോ കൊലപാതകങ്ങൾ സംഭവിക്കപ്പെട്ടിട്ടുണ്ടെന്നും കോടതി പറയുന്നു. ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന വിധിയുടെ പശ്ചാത്തലത്തിൽ പറയുന്നത് ജീവപര്യന്തം ശിക്ഷ എന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും യോജിച്ചതല്ല. ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, ഈ രണ്ട് കേസുകളുടെയും പശ്ചാത്തലത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്ത രീതി, അതുപോലെ ഒരാളെ തന്നെ കൊല്ലാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക, അതും ഒന്നല്ല ഒന്നിൽ കൂടുതൽ പ്രാവശ്യം, രക്ഷപ്പെടരുതെന്ന നിർബന്ധ ബുദ്ധി പ്രതിക്കുണ്ട് എന്നുള്ളതും, ഈ കേസിന് ജീവപര്യന്തം ശിക്ഷ കൊടുത്താൽ കേസിന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിറങ്ങിയാൽ തെറ്റ് ആവർത്തിക്കില്ലെന്ന് നോ ഗ്യാരണ്ടി എന്നുള്ളതും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാൻ കോടതിയെ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് ഈ കേസിൽ പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചത്. ഡോക്ടർ എഡ്മണ്ട് ലോക്കാർഡിന്റെ സയന്റിഫിക് പ്രിൻസിപ്പിളോട് കൂടിയ ഒരു കോട്ടോട് കൂടിയിട്ടാണ് ഈ വിധിന്യായം അവസാനിപ്പിക്കുന്നത്. No one can leave the place of crime without leaving the trace of evidence. തെളിവിന്റെ ഒരു ശേഷിപ്പ് പോലും അവശേഷിപ്പിക്കാതെ ഒരാൾക്കും കുറ്റകൃത്യം ചെയ്ത സ്ഥലത്ത് നിന്നും പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു കോട്ടോട് കൂടിയിട്ടാണ് ഈ വിധിന്യായം അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.